ഗുഡ് ആഫ്റ്റർനൂൺ. നെക്സ്റ്റ് നമ്മൾ എടുക്കുന്ന ടോപ്പിക് FDI ഇൻ ഇന്ത്യ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ FDI അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത മെഷേഴ്സ് എന്തൊക്കെയാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഷേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ്, granting of automatic permission for foreign equity participation up to 51% in high technology and high investment priority industries. 51% വരെ ഹൈ ടെക്നോളജി അതുപോലെ ഹൈ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രയോറിറ്റി ഇൻഡസ്ട്രീസിൽ ഇക്വിറ്റി പാർട്ടിസിപ്പേഷൻ എന്ത് അനുവദിച്ചു എന്നുള്ളതാണ് FDIന് അതിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടുള്ള ഒരു പോയിൻ്റ്. Granting of automatic permission for foreign equity participation up to 51% in high technology and high investment priority industries. ഹൈ ടെക്നോളജിയിലും അതുപോലെ തന്നെ ഹൈ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രയോറിറ്റി ഇൻഡസ്ട്രീസിലും 51% വരെ 51% വരെ ഫോറിൻ ഇക്വിറ്റി പാർട്ടിസിപ്പേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് പെർമിറ്റ് ചെയ്തു. ദെൻ സെക്കൻഡ് പോയിൻറ്റ്, allowing the MNCs to use their trademarks in India with effect from 14th May 1992. MNCസിന് എന്ത് ചെയ്തു, 1992 മുതൽ അവരുടെ ട്രേഡ് മാർക്സ് യൂസ് ചെയ്യാൻ അവരെ അലോ ചെയ്തു എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിൻറ്റ്. allowing the MNCs to use their trademarks in India with effect from 14th May 1992. Then next, allowing 100% foreign equity for setting up of power plants with free repatriation of profits. 100% foreign equity power plants അനുവദിച്ചു. Then allowing 100% equity contribution by the NRIs and corporate bodies owned by NRIs in high priority industries with automatic approval and capital repatriation benefits. 100% equity contribution അലോ ചെയ്തു ബൈ ദ NRIs ആൻഡ് കോർപ്പറേറ്റ് ബോഡീസ് ഓൺ ബൈ NRIs. ഹൈ പ്രയോറിറ്റി ഇൻഡസ്ട്രീസിൽ NRIസിന് എന്ത് ചെയ്തു, 100% എക്വിറ്റി കോൺട്രിബ്യൂഷൻ അലോ ചെയ്തു. ദെൻ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ക്യാൻ ഡിസിൻവെസ്റ്റ് അറ്റ് മാർക്കറ്റ് റേറ്റ്സ് ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫ്രം September 15th 1992. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് ഡിസിൻവെസ്റ്റ് ചെയ്യാം അറ്റ് മാർക്കറ്റ് റേറ്റ്സ് ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫ്രം September 15, 1992. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ഡിസിൻവെസ്റ്റ് ചെയ്യാൻ മാർക്കറ്റ് റേറ്റ്സിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ 1992 മുതൽ അവർക്ക് ഡിസിൻവെസ്റ്റ് ചെയ്യാൻ അനുവദിച്ചു. ദെൻ അലോയിങ് ഫോറിൻ equity participation up to 51% in international trading companies, hotel industry and tourist industry. Foreign equity participation 51% വരെ ഫോറിൻ ഇക്വിറ്റി പാർട്ടിസിപ്പേഷൻ ഇൻ്റർനാഷണൽ ട്രേഡിംഗ് കമ്പനീസിലും അതുപോലെ ഹോട്ടൽ ഇൻഡസ്ട്രി, ടൂറിസ്റ്റ് ഇൻഡസ്ട്രി ഇതിലൊക്കെ അലോ ചെയ്തു. Then 100% FDI is permitted in business to business, e-commerce, power sector and oil refining. 100 B2B e-commerce അതുപോലെ പവർ സെക്ടർ, ഓയിൽ റിഫൈനിങ്, ഈ ഒരു ബിസിനസ്സിൽ ഈ ഒരു ഇൻഡസ്ട്രീസിലൊക്കെ FDI 100% പെർമിറ്റ് ചെയ്തു. Then insurance companies can have FDI up to 26% under the automatic route subject to the licensing requirements of Insurance Regulatory and Development Authority. ഇൻഷുറൻസ് കമ്പനിക്ക് FDI 26% വരെ അനുവദിച്ചു. Then foreign institutional investors are given permission to invest in the Indian capital market. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിന് FIIസിന് എന്ത് ചെയ്തു, അവർക്ക് എന്ത് ചെയ്യും, ദേ ആർ ഗിവൺ പെർമിഷൻ ടു ഇൻവെസ്റ്റ് ഇൻ ദ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ്. ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പെർമിഷൻ പ്രൊവൈഡ് ചെയ്തു. ദെൻ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ക്യാൻ ഇൻവെസ്റ്റ് ഇൻ ഇന്ത്യൻ കമ്പനീസ് ത്രൂ ദ ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് റൂട്ട് വിത്തൗട്ട് എനി ലോക്ക് ഇൻ പീരീഡ് ഒന്നും കൂടാതെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് ഇന്ത്യൻ കമ്പനീസിൽ ഗ്ലോബൽ GDR മുഖേന ഇൻവെസ്റ്റ് ചെയ്യാനും അലോ ചെയ്തു. ദെൻ ഓട്ടോമാറ്റിക് പെർമിഷൻ ഈസ് ഗിവൺ ഫോർ ഫോറിൻ ടെക്നോളജി അഗ്രിമെൻറ്റ്സ് അപ് ടു സർട്ടൻ സീലിംഗ്സ് കവർ ദ ഹൈ പ്രയോറിറ്റി ഇൻഡസ്ട്രീസ്. ഫോറിൻ ടെക്നോളജി അഗ്രിമെൻറ്റ്സിന് ഓട്ടോമാറ്റിക് പെർമിഷൻ ആർക്ക് കൊടുത്തു, ഫോറിൻ ടെക്നോളജി അഗ്രിമെൻറ്റ്സ് അപ് ടു സർട്ടൻ സീലിംഗ്സ്, ഒരു സീലിംഗ്സ് വരെ കവർ ചെയ്യുന്ന ഹൈ പ്രയോറിറ്റി ഇൻഡസ്ട്രീസ് കവർ ചെയ്യുന്ന ഇൻഡസ്ട്രീസിന് എന്ത് ചെയ്തു, അപ് ടു ഓട്ടോമാറ്റിക് പെർമിഷൻ അനുവദിച്ചു. ദെൻ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ബോഡി FIPB ഹാസ് ബീൻ സെറ്റ് അപ്പ് ടു ഫെസിലിറ്റേറ്റ് ആൻഡ് പ്രൊമോട്ട് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്.
FIPB ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ബോർഡ് സെറ്റപ്പ് ചെയ്തു. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യാനും ഫെസിലിറ്റേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട്. Then India signed the Multilateral Investment Guarantee Agency Protocol for the protection of foreign investment on April 13, 1992. അപ്പോൾ ഇന്ത്യ സൈൻ ചെയ്തു മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്യാരണ്ടി ഏജൻസി പ്രോട്ടോകോൾ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ എന്ത് ചെയ്തു, ഇന്ത്യ സൈൻ ചെയ്തു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രമേ പറഞ്ഞുള്ളൂ, അത് പഠിച്ചു വെക്കുക. ദെൻ അടുത്തതാണ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ്. അടുത്ത ടോപ്പിക് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ്. അപ്പോൾ നമ്മൾ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ എന്താ, ദേ ഓപ്പറേറ്റ് ഇൻ മോർ ദാൻ 1 countries അല്ല. MNCs are companies which operate business in more than 1 countries. MNCs are large business enterprises which extends their business operations beyond the boundaries. നമ്മൾ MNCs പറയുന്നത് MNCs are large business enterprises which extend their business operations beyond the boundaries of the country in which they are originally established. MNCs are large business enterprises, അവരുടെ ബിസിനസ് ഓപ്പറേഷൻസ് തന്നെ ബിയോണ്ട് ദ ബൗണ്ടറീസ് ഓഫ് ദ കൺട്രി ഇൻ വിച്ച് ദേ ആർ ഒറിജിനലി എസ്റ്റാബ്ലിഷ്. അവരുടെ യഥാർത്ഥത്തിൽ എവിടെയാണോ എസ്റ്റാബ്ലിഷ് ചെയ്തത് അതിനപ്പുറത്തേക്ക് അതിൻ്റെ അപ്പുറം ബൗണ്ടറിക്ക് ബിയോണ്ട് ആയിരിക്കും അവരുടെ ബിസിനസ് ഓപ്പറേഷൻസ് ഉണ്ടായിരിക്കും. According to UNO, multinational corporations are enterprises which own or control production or service facilities outside the country in which they are based. Then അതിൻ്റെ factors responsible for the growth of MNCs. ഏതൊക്കെ ഫാക്ടേഴ്സാണ് MNCസിൻ്റെ ഗ്രോത്തിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്? ഫസ്റ്റ് വൺ, ഇന്നോവേഷൻസ്. Since MNCs possess adequate research and development facilities, they develop new products and make new designs for existing products. Thus, they have greater production opportunities. അപ്പോൾ MNCs എന്തിനുണ്ടായിരിക്കും? ദേ പോസസ് ആഡിക്വേറ്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫെസിലിറ്റീസ് ആഡിക്വേറ്റ് ആയിട്ടുണ്ടാകും. ദേ ഡെവലപ്പ് ന്യൂ പ്രോഡക്ട്സ്, അവർ പുതിയൊരു പ്രോഡക്ട്സ് ഡെവലപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ആൻഡ് മേക്ക് ന്യൂ ഡിസൈൻസ് ഓഫ് എക്സിസ്റ്റിംഗ് പ്രോഡക്ട്സിന് പുതിയ ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. സോ ദേ ഹാവ് ഗ്രേറ്റർ പ്രൊഡക്ഷൻ ഓപ്പർച്യൂണിറ്റീസ്, പുതിയ പ്രൊഡക്ഷൻ ഓപ്പർച്യൂണിറ്റീസ് അവർക്കുണ്ട്. And first point, innovations. Then next one, market facilities. MNCs enjoy a number of market superiorities over the domestic companies. ഇപ്പോൾ MNCസിന് കുറേ സുപ്പീരിയോറിറ്റീസ് ഡൊമസ്റ്റിക് കമ്പനീസിനെ അപേക്ഷിച്ച് അതിനേക്കാളും സുപ്പീരിയോറിറ്റി ഉണ്ട് മാർക്കറ്റ് ഫെസിലിറ്റീസിൽ നോക്കുകയാണെങ്കിൽ. ദിസ് ഇൻക്ലൂഡ് റിലയബിൾ ആയിട്ടുള്ള മാർക്കറ്റ് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കും. എഫക്റ്റീവ് അഡ്വർടൈസിങ് എന്ന് വെച്ചാൽ അവരുടെ ക്യാപിറ്റലും കാര്യങ്ങളൊക്കെ ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും. അവർ എഫക്റ്റീവ് അഡ്വർടൈസിങ് നടത്താൻ പറ്റും. ഗുഡ് വിൽ ഉണ്ടായിരിക്കും. ദെൻ എഫിഷ്യൻറ്റ് വെയർഹൗസിങ് ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കും ഓവർ ദ നാഷണൽ എൻ്റർപ്രൈസസ്, മറ്റുള്ള നാഷണൽ എൻ്റർപ്രൈസിനെ അപേക്ഷിച്ചിട്ട്. ദെൻ മൂന്നാമത്തെ പോയിൻറ്റ്, ടെക്നോളജിക്കൽ അഡ്വാൻറ്റേജസ്. MNCs are rich in advanced technologies. അഡ്വാൻസ്ഡ് ടെക്നോളജി ആയിരിക്കും MNCs അഡോപ്റ്റ് ചെയ്യുക. The rich financial and other resources of the MNCs enable them to invest in research and development and develop advanced technology. അവർക്ക് ഹ്യൂജ് റിസോഴ്സസ്, ഫിനാൻഷ്യൽ റിസോഴ്സ് ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്, അവർ എന്ത് ചെയ്യും, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൽ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ അഡ്വാൻസ്ഡ് ടെക്നോളജി അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. Then next point, financial superiorities. MNCs have huge financial resources. They can use funds more effectively. They have easy access to external capital markets. അപ്പോൾ ഫിനാൻഷ്യൽ റിസോഴ്സസ് അവർക്ക് MNCs കൂടുതലാണ്. They can use funds more effectively അവർക്ക് ഫണ്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. They have easy access to external capital markets. The next point, expansion of market expansion. Being very big companies, MNCs expand their operations in a wider market.
ആസ് എ റിസൾട്ട് ദേ ഏൺ ഇൻ്റർനാഷണൽ റെപ്യൂട്ടേഷൻ. അവരുടെ എം എൻ സീസിൻ്റെ ഓപ്പറേഷൻ അവർ എന്തായിരിക്കും വളരെ വൈഡായിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു. സോ ദേ ഹാവ് ഇൻ്റർനാഷണൽ റെപ്യൂട്ടേഷൻ. ദീസ് ഗീവ്സ് എ മോട്ടിവേഷൻ ടു എം എൻ സീസ് ടു എക്സ്റ്റെൻഡ് ദിയർ ബിസിനസ് ബിയോണ്ട് ദ ഫിസിക്കൽ ബൗണ്ടറീസ് ഓഫ് ദ കൺട്രി. അവരുടെ റെപ്യൂട്ടേഷൻ കൂടുന്നതുകൊണ്ട് തന്നെ അവർക്ക് എന്തെയിരിക്കും എം എൻ സീസിന് അവരുടെ ഓപ്പറേഷൻ ബിയോണ്ട് ഫിസിക്കൽ ബൗണ്ടറീസിന് അപ്പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ അത് മോട്ടിവേറ്റഡ് ആകും. So these are factors responsible for the growth of MNCs. First one, innovations, then market facilities, technological advantages, financial superiorities and expansion of market. Okay, then ഹാംഫുൾ എഫക്ട്സ്. ഫോറിൻ ക്യാപിറ്റൽ കൊണ്ടുണ്ടാകുന്ന അല്ലെങ്കിൽ FDI കൊണ്ട് അല്ലെങ്കിൽ MNCs കൊണ്ടുണ്ടാകുന്ന നമ്മുടെ എക്കണോമിക്ക് ഉണ്ടാകുന്ന എഫക്ട്സ്, ഇമ്പാക്റ്റ്, ഹെവിൽ ഇമ്പാക്ട്സ്, ഹാംഫുൾ ആയിട്ടുള്ള എഫക്ട്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഫോറിൻ ക്യാപിറ്റൽ നമ്മൾ യൂസ് ചെയ്യുമ്പം MNCs വരുമ്പോൾ ഒക്കെ നമുക്ക് നല്ല കുറേ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് തരുന്നുണ്ട്. പക്ഷേ ഇറ്റ് ഗിവ് ത്രെഡ്സ് ഓൾസോ. നമുക്ക് എന്ത് ചെയ്യും, ത്രെഡ്സും തരുന്നുണ്ട്. ദിസ് മീൻസ് ദാറ്റ് ഫോറിൻ ക്യാപിറ്റൽ ആൻഡ് MNCs ഹാവ് പോസിറ്റീവ് ആസ് വെൽ ആസ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓൺ ദ ഇന്ത്യൻ എക്കണോമി. അപ്പോൾ ഇന്ത്യൻ എക്കണോമിയിൽ പോസിറ്റീവായിട്ടും അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് MNCs അല്ലെങ്കിൽ FDI വരുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. ലെറ്റ് us examine the evil effect. അതുണ്ടാകുന്ന മോശമായിട്ടുള്ള evil effect. നമ്മുടെ നെഗറ്റീവായിട്ട് നമുക്ക് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നതെന്ന് പറയാം. ഫസ്റ്റ് വൺ, ഇൻക്രീസസ് കോമ്പറ്റീഷൻ. MNCs വരുമ്പോൾ ഉണ്ടാകുന്നതാണ് ഇൻക്രീസസ് കോമ്പറ്റീഷൻ. FDI and MNCs increase competition in India, not only in the product market but also in the financial market. FDIയും അതുപോലെ MNCs ഒക്കെ വരുമ്പോൾ ഇന്ത്യയിലുള്ള കോമ്പറ്റീഷൻ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ മാത്രമല്ല ബട്ട് ഓൾസോ ഇൻ ദ ഫിനാൻഷ്യൽ മാർക്കറ്റിലും ആ ഒരു കോമ്പറ്റീഷൻ വരുന്നുണ്ട്. സച്ച് എൻ ഇൻക്രീസ് ഇൻ കോമ്പറ്റീഷൻ മേ അഡ്വേഴ്സ്ലി അഫക്ട് ഡൊമസ്റ്റിക് കമ്പനീസിന് അഡ്വേഴ്സായിട്ട് ഈ ഒരു കോമ്പറ്റീഷൻ അഫക്റ്റ് ചെയ്യും. Then second one, national sovereignty. MNCs with their superior economic power and presence in many countries may monopolize the markets of India. അപ്പോൾ അവരുടെ ആ ഒരു സുപ്പീരിയർ ആയിട്ടുള്ള പവറുണ്ട്, അവരുടെ എക്കണോമിക് പവറുണ്ട്, അവരെന്ത് ചെയ്യും, ഇന്ത്യയിൽ മാർക്കറ്റിൽ എന്ത് ചെയ്യും, മൊണോപ്പൊളി എടുക്കാൻ അവർ ശ്രമിക്കും. അതൊരു എവിൾ എഫക്റ്റാണ്. ദെൻ തേർഡ് വൺ, അഡ്വേഴ്സ് എഫക്റ്റ് ഓൺ ഡൊമസ്റ്റിക് കമ്പനീസ്. If FDI and MNCs come into sectors in which domestic firms are themselves planning to invest, it may take away the investment opportunities that are available to domestic firms. നമുക്ക് ഡൊമസ്റ്റിക് ഫേംസിലെ പല ഓപ്പർച്യൂണിറ്റീസും എന്താണ് ചെയ്യുന്നത്, അത് MNCs ആണ് എടുക്കുന്നത്. അപ്പോൾ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനും ഡൊമസ്റ്റിക് ഫേംസിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എടുക്കാൻ പറ്റുന്നില്ല. ദെൻ അൺഫേവറബിൾ ബാലൻസ് ഓഫ് ട്രേഡ്. Large inflows of foreign capital may lead to fluctuations in foreign exchange rate. This may ultimately result in an unfavorable balance of trade. അപ്പോൾ നമ്മൾ ഫോറിൻ ക്യാപിറ്റൽ വളരെയധികം ഇൻഫ്ലോ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റിൽ അതിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. ഇതുകൊണ്ട് എന്താണ്, അൺഫേവറബിൾ ബാലൻസ് ഓഫ് ട്രേഡിൽ റിസൾട്ട് ആവും. Then no larger employment. MNCs show normally reluctance to train local people. Technology is normally capital intensive. This doesn't assure larger employment. അപ്പം നമ്മൾ കൂടുതൽ എംപ്ലോയ്മെൻറ്റ് നമ്മളെ കൺട്രിയിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ അവർ ലോക്കൽ പീപ്പിൾ എന്ത് ചെയ്യുന്നില്ല, അവർ ട്രെയിൻ ചെയ്യുന്നില്ല, അവരത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് പ്രോജക്ട്സാണ് എടുക്കുന്നത്. അതുകൊണ്ട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ തരുന്നില്ല. Then hampers the consumer's interest. The foreign companies charge higher prices for the product because of their oligopolistic position in the market. Higher prices hamper the interest of the consumer. This leads to inflationary pressure also. പിന്നെ ഫോറിൻ കമ്പനീസൊക്കെ ആകുമ്പോൾ അവരെന്ത് ചെയ്യും, പ്രോഡക്റ്റിന് മേലെ ഹയർ പ്രൈസ് ചാർജ് ചെയ്യുന്നു, ഒളിഗോപോളിസ്റ്റിക്
മാർക്കറ്റ് പൊസിഷനാണ് എടുക്കുന്നത്. സോ ഹയർ പ്രൈസസ് ഉണ്ടാകുന്നത് തന്നെ കൺസ്യൂമേഴ്സിനെ ഇൻട്രസ്റ്റിനെ അത് ഹാമ്പർ ചെയ്യുന്നു. ദ നെക്സ്റ്റ് പോയിൻറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്രോഫിറ്റബിൾ ഏരിയാസ് ഓൺലി. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്രോഫിറ്റബിൾ ഏരിയാസ് ഓൺലി. Private foreign investors invest their funds only in high profit areas rather than priority sectors. പ്രയോറിറ്റി സെക്ടേഴ്സിനെ നോക്കിയിട്ടല്ല അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഹൈ പ്രോഫിറ്റ് എവിടുന്നാണ് അവർക്ക് ലഭിക്കുക ആ ഒരു ഏരിയയിലാണ് അവർ എന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഈസ് ടു മാക്സിമൈസ് ദ പ്രോഫിറ്റ് ആൻഡ് നോട്ട് ദ ഡെവലപ്മെൻറ്റ് നീഡ്സ് ഓഫ് ദ ഇന്ത്യ. Then outdated technology. Foreign investors usually bring outdated technology to our country. നമ്മുടെ കൺട്രിയിലേക്ക് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും എന്താണ്, ഔട്ട്ഡേറ്റഡ് ടെക്നോളജിയാണ് അവർ കൊണ്ടുവരിക. ഇന്ത്യ ഗവൺമെൻറ് റിക്വസ്റ്റഡ് MNCs to provide their technology to Indian companies even before the economic liberalization in 1991 through joint ventures. But MNCs in India carried out their business on their rather than collaborating with the Indian business houses. Even if they transfer technologies to Indian firms, they would charge high fees and royalty. അപ്പോൾ നീ അധികം അവർ ഔട്ട്ഡേറ്റഡ് ടെക്നോളജിയാണ് യൂസ് ചെയ്യുക. അവരുടെ ടെക്നോളജി അവർ കൊണ്ടുവരികയാണെങ്കിൽ നീ അതിന് ഹൈ റേറ്റ്, ഹൈ ഫീസ്, ഹൈ റോയൽറ്റിയൊക്കെ അവർ ഈടാക്കും. ദെൻ പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ്. ഇപ്പം നമ്മൾ MNCs വരികയാണെങ്കിൽ പൊളിറ്റിക്കലായിട്ടുള്ള ഇൻ്റർഫിയറൻസ് ഉണ്ടാകും. ഇൻറ്റേർണൽ പൊളിറ്റിക്കൽ ആൻഡ് അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾ എന്ത് ചെയ്യും, ഇൻ്റർഫിയർ ചെയ്തു. ബട്ട് യൂസിങ് ദ ടെക്നിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ പവർ ദേ ആർ ഏബിൾ ടു ഇൻഫ്ലുവൻസ് ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ഇൻ ദ കൺട്രി. അപ്പോൾ എന്താണ് MNCs എന്ത് ചെയ്യുന്നു, ഇൻറ്റേർണൽ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ഇടപെടാൻ തുടങ്ങും MNCs. അപ്പോൾ ടെക്നിക്കലായിട്ടുള്ള ഫിനാൻഷ്യൽ പവറൊക്കെ യൂസ് ചെയ്തുകൊണ്ട് അവർ എന്ത് ചെയ്യും, ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്, കൺട്രിയിലെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെ അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. Then social and cultural implications. Foreign investors, in addition to their capital, also bring new values, customs and behavior pattern, style of living, etc. Then ignore the needs of India. The MNCs actions are guided partly by worldwide needs than internal needs of India. അപ്പോൾ MNCs വരുമ്പോൾ അത് ഇന്ത്യയുടെ നീഡ് നോക്കിയിട്ടല്ല വരുന്നത്, അധികം വേൾഡ് വൈഡ് നീഡ്സാണ് അവർ കവർ ചെയ്യുന്നത്. ഓക്കെ. ഫാസ്റ്റ് ഡിപ്ലീഷൻ ഓഫ് റിസോഴ്സസ്. അപ്പോൾ MNCs കോസ് ഫാസ്റ്റ് ഡിപ്ലീഷൻ ഓഫ് സം ഓഫ് ദ നോൺ റിന്യൂവബിൾ നാച്ചുറൽ റിസോഴ്സസ്. നോൺ റിന്യൂവബിൾ നാച്ചുറൽ റിസോഴ്സസ് ഡിപ്ലീറ്റ് ചെയ്യാനും ഈ ഒരു MNCs കൊണ്ട് ഉണ്ടായിരിക്കും. ദെൻ അഡ്വേഴ്സ് എഫക്റ്റ് ഓൺ ദ ട്രഡീഷണൽ ഇൻഡസ്ട്രീസ്. ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് MNCs വരുന്നതോടുകൂടി അവരെ അഫക്റ്റ് ചെയ്യാം, അഡ്വേഴ്സായിട്ട് അഫക്റ്റ് ചെയ്യാം. ദെൻ അൺഎത്തിക്കൽ ബിസിനസ് പ്രാക്ടീസസ്. ചില MNCs ഒക്കെ അൺഎത്തിക്കൽ ബിസിനസ് സ്ട്രാറ്റജീസ് ആൻഡ് പ്രാക്ടീസസ് ഫോളോ ചെയ്യുന്നുണ്ട്. ദെൻ ടാക്സ് അവോയ്ഡൻസ് ഉള്ള സാധ്യതയുണ്ട്. നോ സോഷ്യൽ ഓബ്ലിഗേഷൻ. MNCs ഒക്കെ കൊണ്ടുവരികയാണെങ്കിൽ എന്ത് ചെയ്യും, അവരുടെ ഉദ്ദേശം എന്താണ്, മാക്സിമൈസ് ദ പ്രോഫിറ്റ് എന്നുള്ളതാണ്. ദേ ഹാവ് നോ കൺസേൺ അബൌട്ട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ബിസിനസ് ethics. Then outflow of funds. Most of the MNCs transfer the foreign exchange to its parent country. Every year a large sum of money flows out of the country in the form of dividends. ഓക്കെ, ഇതൊക്കെയാണ് എവിൽ എഫക്ട്സ് ആയിട്ട് വരുന്നത്. FDA MNCs ഒക്കെ വരുന്നുള്ള എവിൽ എഫക്ട്സ്. ഓക്കെ.